നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി തനി നാടനൊരു ചമ്മന്തിയാണ്. പച്ചമുളകും ഉള്ളിയും പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കല്ലിൽ ഇടിച്ചെടുത്തിട്ടുള്ള നല്ല തനി നാടൻ ചമ്മന്തി. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണ്, ചുവന്നുള്ളിയാണുള്ളതെങ്കിൽ അതെടുക്കാം കേട്ടോ. അതാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് തരിക. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടത്. ഞാനിവിടെ ഒരു ഇടികല്ലിലാണ് ഈ ചമ്മന്തി റെഡിയാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പുളിയും ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ചതച്ച് തുടങ്ങാം. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഒന്ന് ചതച്ച് വരാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിലൊന്നിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. പക്ഷേ കല്ലിലിടിച്ച് ചെയ്യുന്നതിന് ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് പാതി അളവിന് ചതച്ച് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചതഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ലൈറ്റായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനതിൻ്റെ പാകം നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പകുതി ഒന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കാന്താരി ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാന്താരി വെച്ച് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി നമുക്ക് ഇതെല്ലാം ശ്രദ്ധയോടെ ഒന്ന് ചതച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് ചതഞ്ഞ് വരുമ്പം തന്നെ ഒരു നല്ല നാടൻ സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ നാടൻ കല്ലിലൊക്കെ അരച്ച് ചെയ്യുന്ന കറികൾക്കൊരു സ്മെല്ലുണ്ടാവുമല്ലോ, അതിനൊക്കെ അരപ്പ് തയ്യാറാക്കുമ്പം വരുന്നൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ ആവശ്യത്തിനൊന്ന് ചതഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്നുകൂടെ ഒന്ന് നടുവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചതച്ചു കൊടുക്കാം. ഇത് കുറച്ച് കടിക്കാൻ കിട്ടണേ. ഇത് നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല, പേസ്റ്റ് പോലെയൊന്നും അരയാൻ പാടില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയാനും പാടില്ല, എന്നാൽ ഒരുപാട് പീസായിട്ട് കിടക്കാനും പാടില്ല. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്നത് നല്ല കപ്പയുടെ കൂടാണ്. കപ്പ പുഴുങ്ങിയതും ഈ മുളക് ചമ്മന്തിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ഇതിൽ നിന്നൊന്ന് മാറ്റാം. നമ്മളിതിലിനി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പോ പുളിയോ വേണമെങ്കിൽ ഇപ്പോൾ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, കാര്യം അത്ര ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ഒരു ചെറിയ പീസ് പോലും ഇതിൽ നിന്ന് പോകാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഈ കല്ലിൽ ചതച്ച ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്തെങ്കിലും എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പ മാത്രമല്ല കേട്ടോ, ഈ ചേനയായാലും ചേമ്പായാലും കിഴങ്ങ് വർഗ്ഗം ഏതായാലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ എല്ലാം കൂടെ. ഇപ്പം നമ്മളുടെ തനി നാടൻ പച്ചമുളക് ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. നല്ല ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനും ഈ ചമ്മന്തി വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
ഇപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ മടിയാണെങ്കിലോ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണേ.